കുടുംബക്കാർക്കുള്ള ചെലവ് അത് ചുരുക്കരുത്. കുടുംബക്കാർക്ക് കൊടുക്കുന്ന ചെലവിൽ പിശുക്ക് കാണിക്കരുത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം ആഖിറത്തിൽ അല്ലാഹു തആല ബാക്കി വെച്ചിട്ടുണ്ട്. സ്വന്തം കുടുംബത്തിന് ചെലവ് ചെയ്യുന്നത് വലിയ സുഹൃതമാണ്. അത് ചെറിയ കാര്യമല്ല. കുടുംബക്കാർക്ക് ചെലവ് കൊടുക്കാതെ അവരെ പട്ടിണിക്കിടാൻ പാടില്ല. ഭാര്യ സന്താനങ്ങൾക്ക്, ബാപ്പ ഉമ്മമാർക്ക്, കുടുംബത്തിൽ നമുക്ക് ചെലവ് നിർബന്ധമായവർക്ക് വേണ്ട ചെലവ് എന്തിനെല്ലാം ഉണ്ടോ അതൊക്കെ കൊടുക്കേണ്ടതാണ്. രോഗം കാരണം ഒരു വർഷം ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് ഒരു ചെലവും കിട്ടാതെ നരകിച്ച് പ്രയാസപ്പെട്ട് വളരെയധികം കഷ്ടപ്പെട്ട് സഹിച്ച് ഒരു പെണ്ണെങ്ങനെ ജീവിക്കുന്നു? ഭർത്താവിന്റെ കയ്യിൽ സമ്പത്തുണ്ടോ? ഉണ്ട്. മാസത്തിൽ ശമ്പളം കിട്ടുന്ന നല്ല ശമ്പളക്കാരനാണ്. പക്ഷേ കൊടുക്കാനുള്ള മടി കൊണ്ട് മാറിക്കോളും എന്ന് പറഞ്ഞങ്ങനെ ആശ്വസിപ്പിച്ചു. വളരെയധികം നരകയാതന അനുഭവിച്ച് ആ പെണ്ണങ്ങ് മരണപ്പെട്ടു പോയാൽ ഒരു വർഷക്കാലം തീത്തുപ്പുന്ന വേദന അനുഭവിച്ചിട്ട് ഒരു ട്രീറ്റ്മെന്റും കൊടുക്കാത്ത നീ ബാധ്യത നിറവേറ്റാത്തവനായി അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും കേട്ടോ. നിനക്ക് അല്ലാഹു തആല തന്നിട്ടില്ലേ? തന്നിട്ടുണ്ട്. ആ തന്നതിൽ നിന്ന് കൊടുക്കാൻ ഏറ്റവും ബാധ്യതയുള്ളത് കുടുംബക്കാർക്കാണ്. കുടുംബത്തിൽ ഏറ്റവും നന്നായി പരിഗണിക്കേണ്ടവരാണ്. നിന്റെ സ്വന്തം രൂപത്തിൽ ജീവിക്കുന്ന, സ്വന്തം ചെലവിൽ കഴിയേണ്ടി വരുന്ന ഭാര്യ സന്താനങ്ങൾ. ഭാര്യയ്ക്ക് ജോലിയുണ്ടെങ്കിലും ഭർത്താവിനാണല്ലോ ബാധ്യത. ഭർത്താവ് കൊടുക്കേണ്ട രൂപത്തിൽ കൊടുക്കേണ്ടതുണ്ട്. മക്കളെ നോക്കേണ്ട രൂപത്തിൽ നോക്കേണ്ടതുണ്ട്. അവർക്ക് നിർബന്ധമായിട്ടുള്ള ചെലവ് എന്തെല്ലാം ഉണ്ടോ ആ ചെലവുകളൊക്കെ അതിനനുസരിച്ച് കൊടുക്കണം. ചെലവ് കൊടുക്കാത്ത ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം വിളിച്ചു ഉപദേശിച്ചുകൊണ്ട് ഭാര്യ സന്താനങ്ങൾക്ക് ചെലവ് കൊടുക്കുന്നതിന്റെ മഹത്വം അവരെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. ദുനിയാവിൽ ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമാണ് കുടുംബത്തിന് ചെലവ് ചെയ്യുന്നത്.